ഹായ് ഹലോ, ഇറ്റ്സ് മീ രേവതി. അപ്പോൾ ഇതൊരു സൺഡേ മോർണിംഗ് ആട്ടോ. അപ്പോൾ കാലത്ത് തന്നെ അപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷനാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വെജിറ്റബിൾ കറിയാണ് അപ്പത്തിനായിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും കുറച്ച് പച്ച ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സവാള, ഇതൊക്കെ കൂടി ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടാട്ടോ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം. ഇനി ഇതിനുള്ള മസാലകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് പെരുംജീരകം, ഏലക്ക, ഒരു ബേ ലീഫ്, ഇത്രയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാടൊന്ന് വഴന്ന് ബ്രൗൺ നിറമൊന്നും ആകാൻ വേണ്ടി നിൽക്കേണ്ട. ഒന്ന് സോട്ടായി വരുമ്പോഴത്തേന് ഒന്ന് വഴന്ന് കളർ അങ്ങനെ മാറാനായിട്ട് നിൽക്കേണ്ടതാണ്. ഈ ഒരു അളവിലെത്തിയപ്പോഴേക്ക് ഞാൻ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുമ്പോഴേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ കൂടി ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് പിന്നീടാണ് ഞാൻ ചാറിനകത്തേക്ക് വേണ്ട ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടെ വെജിറ്റബിൾസ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് ചായ കൂടെ വയ്ക്കാനായിട്ട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ട കേട്ടോ ചായ. ചേട്ടനും പിന്നെ അന്നമോക്കും അല്ലൂസിനും മാത്രമാണ് ചായ വേണ്ടത്. അമ്മൂസ് പിന്നെ ചായ, പാല്, കാപ്പി ഒന്നും വേണ്ട, ഒന്നും ഒക്കെ ഇഷ്ടമില്ല. അതുകൊണ്ട് ചേട്ടനും അന്നമോക്കും അല്ലൂസിനും മാത്രമുള്ള ചായയാണ് വയ്ക്കുന്നത്. അപ്പോൾ ചായക്ക് പാൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി എടുത്ത് വെച്ച് അതവിടെ നിന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒരു മീഡിയം ഇതിലാട്ടോ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം അങ്ങോട്ട് വെള്ളം വറ്റിപ്പോവും, പച്ചക്കറികളൊന്നും വേവുകയില്ല. അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അത് വേവട്ടെ. ഇനി നമുക്കതിലേക്ക് അരപ്പരയ്ക്കാം. കുറച്ച് തേങ്ങയും 3-4 പച്ചമുളകും കൂടെ അരച്ച് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പാല് നന്നായിട്ട് തിളച്ച് വന്നു. ഞാൻ അതിലേക്ക് തേയിലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ അവിടെ ഇരുന്ന്. കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് അത് അങ്ങനെ വെക്കും കേട്ടോ. എന്നാലേ നന്നായിട്ടൊരു ചായയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ തിളപ്പിക്കുന്നത്. ചായ അവിടെ നിന്നാകുന്ന സമയം കൊണ്ട് നമുക്കിത് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. കറി നോക്കി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ആ പാത്രം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചാറിനനുസരിച്ചുള്ള ഇതൊഴിച്ചോളൂ. ഞാൻ ഈ ഒരു പാകത്തിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. തേങ്ങ അരച്ച കറികൾക്കൊന്നും നമ്മളങ്ങനെ തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ, ഓവറായിട്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല, ആദ്യം ഞാൻ പച്ചക്കറിയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂവിയായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതവിടെ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കുമ്പോഴേക്ക് കറിയൊക്കെ ഇരുന്നൊന്ന് സെറ്റായി വന്നോളും. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഇന്നലെ വൈകിട്ടേ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായി. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ പൊന്തി വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എൻ്റെ ഒരു 1.5 തവി മാവ് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇവിടെ അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ചൂടോട് തന്നെയാണ് കേട്ടോ
ഉണ്ടാക്കി കൊടുക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോകും. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ക്രിസ്പിനെസ്സോടുകൂടി അപ്പം കഴിക്കുന്നതാട്ടോ ഇഷ്ടം. അപ്പം നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം നല്ല സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല വട്ടത്തിൽ നോക്കി നിറയെ സുഷിരങ്ങൾ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായി. ഞാനിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ, പഞ്ചസാര മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൺഡേ മോർണിംഗ് അടിപൊളിയായിരുന്നു. ആ ചായയും അപ്പവും കറിയൊക്കെ കൂടി അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഫസ്റ്റ് ഒരു വ്ലോഗിങ് വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വേഗം